തെക്കേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഷികോപകരണങ്ങളുടെ വിപണനവും പ്രദർശനവും ഒഡീഷ കോയമ്പത്തൂരിൽ നടക്കുന്നു. കാർഷികോപകരണ നിർമ്മാണത്തിൽ പ്രദർശനത്തിൽ പ്രശസ്തിയാർജിച്ച ധാരാളം കമ്പനികൾ അവരുടെ മികച്ച ഉൽപ്പന്നങ്ങളുമായി എത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ, അവിടെ മണ്ണിനെ ഈർപ്പമളക്കാനും അതുപോലെ തന്നെ മണ്ണിൻ്റെ ധാതുഗുണങ്ങൾ നിശ്ചയിക്കാനും ആവശ്യമായ വളങ്ങൾ എന്നുവേണ്ട വിതം മുതൽ കൊയ്ത്തു വരെ നിശ്ചയിക്കാൻ ഇപ്പോൾ സോഫ്റ്റ്വെയറുകൾ ധാരാളമുണ്ട്. ജലസംരക്ഷണം പൂർണ്ണമായി നടപ്പാക്കി വിതയും വളമിടലും കളപറിക്കലും നനയ്ക്കലും എല്ലാം തന്നെ നടത്താൻ കഴിവുള്ള കാർഷികോപകരണങ്ങൾ ഇറക്കുന്നതിൽ മത്സരിക്കുന്ന കമ്പനികളാണ് അധികവും. അതിൽ പ്രാദേശിക കമ്പനികളും ഉൾപ്പെടുന്നു. ചെറുതും വലുതുമായ ഇത്തരം കമ്പനികളുടെ എണ്ണിയാൽ തീരാത്ത ഉൽപ്പന്നങ്ങളുടെ ഒരു വിശാലമായ ലോകമാണ് അഗ്രി ഇൻഡെക്സ് 2025. ഇതിൽ ജോഷി താന്നിക്കലിൻ്റെ ഒപ്പം 50 പേർ ഈ പ്രദർശനം കാണുന്നതിന് വേണ്ടി നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൃഷിയിൽ അവരുടെ താല്പര്യവും കരുതലും ആരെയും അത്ഭുതപ്പെടുത്തും. നമുക്കും ആ പ്രദർശന നഗരിയിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്താം. ഈ ഒഴുക്കിൽ നമുക്കും പങ്കുചേരാം. വിവിധതരം കാർഷികോപകരണങ്ങൾ കാണുന്നതിനും വാങ്ങുന്നതിനും എത്തിയിരിക്കുന്ന ആളുകളാണ് അധികവും. ഇതിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര മുതലായ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ ധാരാളം ആളുകളുണ്ട്. കേരളത്തിൽ നിന്നും ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. അവരും ഈ നഗരിയിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു. ജോഷിയോടൊപ്പം വന്നിരിക്കുന്ന തൊടുപുഴയിൽ നിന്നും ഈരാറ്റുപേട്ടയിൽ നിന്നും പാലായിൽ നിന്നും അതുപോലെ തന്നെ വാഴക്കുളത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ പ്രദർശന നഗരിയിലെ ഈ വിശാലമായ ലോകത്തേക്ക് കടന്നു കയറുകയാണ്. കാർഷികോപകരണങ്ങളുടെ വിതരണം അല്ലെങ്കിൽ അവയുടെ പ്രത്യേകത, അതുപോലെ ഓരോ വർഷവും വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 6 വർഷമായി ഇവിടെ സ്ഥിരമായി വരികയും ഈ പ്രദർശനം കാണുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെയേറെ ആളുകളാണ് വന്നിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഈ പ്രദർശന നഗരിയിൽ 2-3 ദിനങ്ങളെങ്കിലും ചെലവഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇവിടെ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ. വളരെ ചിട്ടയോടെ അച്ചടക്കത്തോടെ വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ആളുകളുടെ തിക്കും തിരക്കും എവിടെയും ദൃശ്യമാണ്. പ്രത്യേകിച്ചും ഇതൊരു 2ാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെയേറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് വലിയ മനസ്സിലാകും. ഇത് ഓരോ സ്ഥലത്തും കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ധാരാളം ആളുകളുണ്ട്. വിവിധ ഭാഷകളിൽ അവർ പറയുന്നു. മലയാളവും ഇംഗ്ലീഷും തമിഴും കന്നഡയും എല്ലാ ഹിന്ദിയിലും ഒക്കെ വിവരണങ്ങൾ നൽകുന്നുണ്ട്. കൃഷിക്കാരെവിടെ എത്തുന്നു, അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു, അതുപോലെ മനസ്സിലാക്കുന്നു. ആവശ്യമായ ലഘുലേഖകളും മറ്റ് കാര്യങ്ങളുമുണ്ട്. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സാധനങ്ങൾ കൃത്യമായി നമ്മളുടെ സ്ഥലങ്ങളിലേക്ക് അവർ എത്തിച്ചു തരികയും ചെയ്യും. മുൻകാലങ്ങളിൽ ഇത് കൃത്യമായി ചെയ്തതുകൊണ്ട് തന്നെ ഓരോ ആളുകളും ഇപ്രാവശ്യം വളരെയേറെ താല്പര്യത്തോടെ ഇവിടെ വരുന്നുണ്ട്. ഇത് പൈപ്പ്, PVC പൈപ്പ് നമ്മൾ കാണുന്ന പൈപ്പാണ്. അത് തന്നെ പലതരമുണ്ട്. ഓരോ കമ്പനികളുടെയുമുണ്ട്. വളരെയേറെ പ്രത്യേകതകളുള്ളതാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കാനും അവയെക്കുറിച്ച് അറിയാനും ആളുകൾ ഇടിച്ച് തള്ളിയും ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. അതിലും കാർഷികോപകരണങ്ങളാണ് നിരത്തി വച്ചിരിക്കുന്നത്. അവയുടെ വിവരങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കാണാം. അതിലെ വിവരങ്ങൾ അറിയാൻ പറ്റും. തമിഴാണെങ്കിൽ തമിഴ്, മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് വേണ്ട എല്ലാ തരത്തിലും എല്ലാ ഭാഷകളിലും അവർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുപ്പക്കാരാണ് അധികവും. അവർ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇതാ മികച്ച ചില ഉൽപ്പന്നങ്ങൾ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാള് നമുക്ക് നോക്കാം. വെള്ളത്തെ ആസ്പദമാക്കിയാണിത്. വെള്ളം പമ്പ് ചെയ്യാനും അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ, അതിൻ്റെ പ്രത്യേകതകളും പറയുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ജലനഷ്ടം വരുത്തുന്ന തരത്തിലുള്ള സ്പ്രിംഗ്ലറുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഭൂഗർഭ ജലമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് പമ്പ് ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്. അതുപോലെ അവയുടെ ഭാഗങ്ങളും കൃത്യമായും നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഗുണമേന്മയുള്ള ഇത്തരം സാധനങ്ങൾ എത്തിക്കുന്നതിൽ പലതരത്തിലുള്ള കമ്പനികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ കിടമത്സരവും നമുക്ക് കാണാൻ പറ്റും. ഇതാ ധാന്യങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ നനച്ചു കൊടുക്കുന്ന മണ്ണിൻ്റെ നനവിൻ്റെ ക്രമീകരണം നടത്തി അത് നനച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമായ സമയത്ത് മാത്രം വെള്ളം അവിടെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികമായിട്ടുള്ള ജലനഷ്ടം ഒഴിവാക്കാനും കഴിയും. ഇത്തരത്തിലുള്ള ധാരാളം സ്റ്റാളുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വീണ്ടും വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഭൂഗർഭജലം പരമാവധി ചൂഷണം ചെയ്യാതെ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളെ സംബന്ധിച്ചാണ് വിവരങ്ങൾ നടക്കുന്നത്.
സ്മാർട്ട് ഫീച്ചർ, അത് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. പമ്പുകൾ, വിവിധതരം പമ്പുകളും അവയുടെ പ്രത്യേകതകളുമാണത്. വളരെ അധികം കറണ്ട് ഉപയോഗിക്കാതെ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ അവിടെ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റുകൾ, ഓരോ ധാന്യങ്ങളും അതുപോലെ എണ്ണക്കുരുക്കളിൽ നിന്നും എണ്ണ എടുക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന യന്ത്രങ്ങളാണത്. വളരെ ചെറുതുണ്ട്, വലുതുണ്ട്. അതായത് ഹാൻഡി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അല്ലാത്തവയുമുണ്ട്. വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, വ്യവസായത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, വലിയ വ്യവസായമായി കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ധാരാളം യന്ത്രങ്ങളുണ്ട്. അവയ്ക്ക് സബ്സിഡിയും മറ്റു കാര്യങ്ങളുണ്ട്. അവ കൃത്യമായിട്ടും അവിടെ പൂരിപ്പിച്ച് കൊടുത്താൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കാർഷികോപകരണ വിപണി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. പ്രീമിയർ പൈപ്പ്സ് അതിൻ്റേതായ ഒരു സ്റ്റാളാണ്. അവിടെ പൈപ്പുകളെ സംബന്ധിച്ചുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നു. വളരെ ശ്രദ്ധയോടെ, അതില്ലെങ്കിൽ ഏറെ താല്പര്യത്തോടെയാണ് അവർ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത്. ഇതാ അതിൻ്റെ മറ്റൊരു ഷോറൂം. ഏതൊക്കെ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഏതൊക്കെ ഉപയോഗങ്ങൾക്ക് ആണ് അത് പറ്റുക, അതിൻ്റെ വ്യാവസായിക മൂല്യം, മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കാർഷികോപകരണങ്ങളുടെ ചെറുത്, അതായത് ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാണ് ഇവിടെ അധികവും വെച്ചിരിക്കുന്നത്. അതിൽ കത്രിക അതുപോലുള്ള സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളും ധാരാളമായിട്ടുണ്ട്. അതിൻ്റെ പ്രദർശനമാണ് ഇവിടെ. വളരെയേറെ ആളുകൾ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്. ഒരു ഉത്സവത്തിൻ്റെ പ്രതി അല്ലെങ്കിൽ ഒരു പെരുന്നാളിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ അത് കാണാനും അത് വാങ്ങിക്കാനും അവിടെയുണ്ട്. ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ടെങ്കിലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം കാണുന്നത്. ഇത് കാർഷികോപകരണങ്ങൾ വെട്ടി നിരപ്പാക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ഇത്. അതുപോലെ തന്നെ എക്സ്ട്രാക്ട്, ഞാൻ മുമ്പേ പറഞ്ഞ എണ്ണക്കുരുക്കളിൽ നിന്ന് എണ്ണ എടുക്കാനുള്ള ചെറിയ ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ ചെറിയ യന്ത്രങ്ങളാണത്. അതുപോലെ പായ്ക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള സെക്ഷനുകളുണ്ട്. അതുപോലെ പശുവിനെ കറക്കുന്ന യന്ത്രങ്ങൾ, കറവ യന്ത്രങ്ങളുണ്ട്. അവ പാല് സംസ്കരിച്ച് വയ്ക്കുന്ന അതിനുള്ള സംഭരണമായിട്ടുള്ളതുണ്ട്. ഇത് തോട്ടികളാണ്, വലിച്ചു നീട്ടാൻ പറ്റുന്ന ടെലസ്കോപ്പിക് തോട്ടികൾ ധാരാളമായിട്ടുണ്ട്. അത് മെറ്റലിൻ്റെയാണ് അധികം, അലുമിനിയം മെറ്റൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന തോട്ടികൾ ധാരാളം ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. പ്രദർശനം കഴിഞ്ഞ് പോകുന്ന, അല്ലെങ്കിൽ ഇത് കൂടിയിട്ട് പോകുന്ന ആളുകൾ വെളിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രധാന ഉൽപ്പന്നം ഇത്തരം തോട്ടികളാണ്. അത് നമുക്ക് അവസാനം കാണാൻ പറ്റും. ചെറുതും വലുതുമായ യന്ത്രങ്ങളുണ്ട്. കൊയ്ത്ത് യന്ത്രങ്ങളുണ്ട്, മെതി യന്ത്രങ്ങളുണ്ട്, ട്രാക്ടറുകളുണ്ട്, പവർ ഡ്രില്ലറുകളുണ്ട് എന്ന് വേണ്ട സർവമായിട്ടുള്ള ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കൊണ്ടു നടക്കാവുന്ന പുല്ല് വെട്ടുന്ന യന്ത്രം, അതുപോലെ കളപറിക്കുന്ന യന്ത്രം, എല്ലാം വളരെ ചെറുത് മുതൽ ഏറ്റവും വലിയത് വരെയുണ്ട്. പ്രദർശന നഗരിയിൽ ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ എവിടെയും നമുക്ക് ചോദിക്കാൻ പറ്റും. അവരെല്ലാവരും അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുപോലെ ലഘുലേഖകളും അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്റ്റാളുകളാണ്. അതിനിടയ്ക്ക് ജപ്പാൻകാരുടെ യമഹ അതുപോലെ പ്രസിദ്ധമായ കമ്പനികളുടെ ഉപകരണങ്ങളാണ് അധികവും ഇവിടെ വെച്ചിരിക്കുന്നത്. അത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചവയല്ല. അവിടെ പല ഷോറൂമുകളും നമുക്ക് മദ്രാസിലുണ്ട്, അല്ലെങ്കിൽ കോയമ്പത്തൂരിലുണ്ട്. അവിടെ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്പാനിൽ നിന്ന് നിർമ്മിക്കുന്ന പല യന്ത്രങ്ങളുണ്ട്. വളരെ കുറച്ച് ഇന്ധനം മാത്രം മതി, കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണത്. മോട്ടറുകൾ വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. അതുപോലെ ഇത്തരം മണ്ണ് ഒരുക്കുന്നതിനും അതുപോലെയൊക്കെയുള്ള സൗകര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള യന്ത്രങ്ങൾ വളരെയേറെ കാര്യക്ഷമമാണ്, ഇന്ധനക്ഷമതയുള്ളതാണ്. അതുപോലെ തന്നെ കാര്യശേഷിയുമുണ്ട്. കൂടുതൽ ഏക്കർ സ്ഥലത്ത് വളരെ വേഗം തന്നെ പണി ചെയ്താൻ കഴിയുള്ള യന്ത്രങ്ങളാണ്. ഇവയ്ക്കും 50% വരെ സബ്സിഡി കിട്ടും. വളരെയേറെ താല്പര്യത്തോടെയാണ് ആളുകളിത് കാണുന്നത്. അതുപോലെ തന്നെ അവ ശ്രദ്ധിച്ച് കേൾക്കുന്നുമുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ലേഖലേഖകളും മറ്റും വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചിരിക്കുന്നവയുടെ പ്രവർത്തനവും മറ്റു കാര്യങ്ങളും അവർ കാണിച്ചു തരുന്നുണ്ട്. ഇത് മരുന്ന് തളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനുകളാണ്. അതിൽ പലതരത്തിലുള്ളവയുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ളവ. അതുപോലെ തന്നെ മണ്ണിളക്കുന്നതിനുള്ള യന്ത്രങ്ങളുണ്ട്. മണ്ണ് കോരിയിടുന്നതിനും അതുപോലെ മണ്ണിളക്കുന്നതിനും അതുപോലെ തന്നെ കുഴി കുഴിക്കുന്നതിനും അതിനൊക്കെയുള്ള ഓരോ ആവശ്യങ്ങൾക്കുള്ള യന്ത്രങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൈകൊണ്ട് ഒന്നിക്കൊണ്ട് നടക്കാവുന്നത്, അതുപോലെ കയറിയിരുന്ന് ഓടിച്ചുകൊണ്ട് പോകാവുന്നത്, അതുപോലെ തന്നെ ടൈലറിൻ്റെ പുറകിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഉപയോഗത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് മനുഷ്യൻ്റെ താല്പര്യമനുസരിച്ച് ചെയ്യാൻ കഴിവുള്ള വിവിധ യന്ത്രങ്ങളാണ് അധികവും.
അതുപോലെ ഓരോ മെഷീനുകളുടെയും ഭാഗങ്ങൾ അവിടെ നിർമ്മിച്ചവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ധാരാളം സുഹൃത്തുക്കൾ, കർഷകർ, വ്യവസായ സ്ഥാപന ഉടമകൾ ഒക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ നിർമ്മിക്കുന്ന യന്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ നിർമ്മിക്കുന്ന യന്ത്രങ്ങളുടെ വിവിധ ഭാഗങ്ങളും അവരിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതൊരു ലെയ്ത്താണ്. ലെയ്ത്തിൻ്റെ പ്രദർശനം വളരെ ഭംഗിയായ രീതിയിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. കൃത്യമായ വിവരങ്ങൾ അറിയുന്നതിനും അത് വിവരിക്കുന്നതിനും താല്പര്യമുള്ള ആളുകൾ അവിടെയുണ്ട്. വളരെ ചെറുതും ലഘുവുമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതായിട്ടുള്ള ലെയ്ത്തുകളാണുള്ളത്. അതുപോലെ തന്നെ കടച്ചിൽ യന്ത്രങ്ങളും മറ്റ് ധാരാളം യന്ത്രങ്ങളും ഇതുപോലെ ഈ നഗരിയിലെ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി അത് കാണാനും അത് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. ഇത് മിൽക്ക്, പശുവിനെ കറന്നെടുത്ത് പാല് സൂക്ഷിക്കുന്നതിനും പാശ്ചറൈസ് ചെയ്യുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ പഴങ്ങളുടെ ജ്യൂസ് എടുക്കുന്നതിനും അവ സംസ്കരിക്കുന്നതിനുമുള്ള യന്ത്രങ്ങളും ഉണ്ട്. വളരെ ചെറിയ രീതിയിലുള്ളതും അതുപോലെ തന്നെ വളരെ വലുതുമുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യന്ത്രങ്ങളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊണ്ടു നടക്കാവുന്നത്, അതുപോലെ തന്നെ വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാവുന്നത്, വലിയ വ്യവസായശാലകളിലേക്ക് മാത്രമായിട്ടുള്ളത്, എല്ലാ തരത്തിലുമുള്ള ഉപകരണങ്ങളാണുള്ളത്. വലുതും ചെറുതും ആവശ്യങ്ങൾക്കനുസരിച്ച് ഉള്ളതാണ്. ട്രാക്ടറും അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് പ്രദർശന നഗരിയുടെ വെളിയിലുള്ളൊരു കാഴ്ചയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വൃക്ഷത്തണലിലും മറ്റുമായിട്ട് കൂടിയിരിക്കുന്നു. നടന്ന് മടുത്തവരാണ്. 200 ഏക്കറോളം സ്ഥലത്താണ് ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. എല്ലാ സ്റ്റാളുകളിലും ഒരു ദിവസം കയറുക വളരെ വിഷമമാണ്. എന്നാലും ആളുകൾ വളരെ താല്പര്യത്തോടെ ഓരോ ഇടത്തും ഓടി നടന്നെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ലഘുലേഖകൾ, അതാണ് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ ആയിട്ടുള്ള ലഘുലേഖകൾ ഇറക്കിയിരിക്കുന്നു. ധാരാളം സ്ഥാപനങ്ങളുടെ ഉണ്ട്. കൊബോട്ട പവർ ടില്ലർ, അതുപോലെ മറ്റ് ധാരാളം സുസുക്കി, അതുപോലെ വേറെയും ധാരാളം കമ്പനികൾ, ടാറ്റ, ഇന്ത്യയിലും വിദേശങ്ങളിലുമുള്ള എണ്ണപ്പെട്ട കമ്പനികളുടെ സ്റ്റാളുകളാണുള്ളത്. ആളുകൾ ധാരാളം ഉപകരണങ്ങൾ വാങ്ങി വെളിയിലേക്ക് പോകുന്നു. മടുത്ത ആളുകൾ തറയിലിരുന്ന് വിശ്രമിക്കുന്നു. കൂട്ടം കൂട്ടമായി ഇപ്പോഴും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. ആടുകൾ വളരെ ചെറിയ ആടുകൾ മുതൽ വളരെ വലിയത് വരെ ഉണ്ടാവും. 40-45 കിലോ വരെ തൂക്കം വെക്കുന്ന ആടുകളാണ്. അതിന് മുകളിൽ തൂക്കമുള്ള ആടുകളുമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം മൃഗങ്ങളുടെ എണ്ണം കുറവായിരുന്നു. വലിയ ആനയുടെ വലിപ്പമുള്ള പശുക്കളും അതുപോലെ വളരെ ചെറിയ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാണാനില്ല. ഇത് മത്സ്യങ്ങൾ, ഒരു മീൻകുളം ഉണ്ടാക്കി അതിൽ മത്സ്യങ്ങളാണ്. ഇത് വിപണനത്തിന് അവിടെയുണ്ട്. ഇത് എക്സ്ട്രാക്റ്റുകൾ, ഇത് എള്ളെണ്ണ, നല്ലെണ്ണ, അതുപോലെ കൊപ്ര ഉണക്കുന്ന മെഷീൻ വളരെയേറെ എളുപ്പത്തിലാണ്, ഹാൻഡിയാണ്, വളരെ പ്രത്യേകതയുള്ളതാണ്. സൂര്യപ്രകാശത്തിലാണ് ഉണക്കാൻ കഴിയുന്നത്. ഇത് കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ മൃഗങ്ങൾ കടന്നു വന്നാൽ താനേ മുഴങ്ങുന്ന സൈറൻ, അതും അവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ രസമാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ. അതുപോലെ തന്നെ വിത്തും വളവും അതുപോലെ മറ്റ് കാര്യങ്ങളും അതൊന്നിനൊന്നും മത്സരിച്ചാണ് ഓരോ കമ്പനികളും. ധാരാളം ആളുകൾ ഈ പ്രദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇടത്തും എത്തുന്നുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാൻ തന്നെ ആളുകൾക്ക് സമയം പോരാ. ആയിരക്കണക്കിന് ആളുകൾ വന്ന് കണ്ടും കേട്ടും അറിഞ്ഞും പോകുന്ന ഈ നഗരിയിൽ കാര്യങ്ങളറിയ വിഷമം. ഇത് പാടങ്ങളിൽ മരുന്ന് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമാണ്. നമുക്ക് പറഞ്ഞാൽ ഇത് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റേ പറന്ന് നടക്കുന്ന യന്ത്രം. ഇതിൽ നമുക്ക് മരുന്ന് തളിക്കാൻ പറ്റും, പാടത്ത് മരുന്ന് തളിക്കാൻ പറ്റും. ഇത്തരം യന്ത്രങ്ങൾ ഇവിടെ ധാരാളമാണ്. 20 കിലോ മുതൽ 30 കിലോ വരെ പേലോഡ് വഹിക്കുന്ന ഇത്തരം ഡ്രോണുകളുണ്ട്. ഇത് എണ്ണക്കുരുക്കൾ ആട്ടിയെടുക്കുന്നതിനുള്ള ചെറിയ യന്ത്രം, വളരെ ചെറുത്, വീടുകളിൽ ഉപയോഗിക്കാവുന്നതുണ്ട്. അതുപോലെ തന്നെ വ്യവസായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതുണ്ട്. അവയുടെ മോട്ടർ മറ്റു കാര്യങ്ങളും ഇന്ധനക്ഷമതയുള്ളത്, അതുപോലെ തന്നെ പവർ അധികം ഉപയോഗിക്കാറുള്ളത്. ഇത് ചക്കയും അതുപോലുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സിൻ്റെ ഒരു ചെറിയ സ്റ്റാളാണ്. ചക്കയുണ്ട്, അതുപോലെ നാരങ്ങ, സപ്പോട്ട, അതുപോലുള്ള ധാരാളം സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നത്